ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നാണ് P.N. പണിക്കർ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ആരംഭിച്ച കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരു ജനകീയമായ സാംസ്കാരിക പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. അദ്ദേഹത്തിന്റെ മരണവാർഷികമായ ജൂൺ 19, 1996 മുതൽ കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 19 മുതൽ ജൂൺ 25 വരെ ഒരാഴ്ചത്തേക്ക് വായനാ വാരം ആചരിച്ചു. 2017 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിലെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. 1909 മാർച്ച് 1 ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ഇന്ത്യയിലെ നിലമ്പൂരിലാണ് പണിക്കർ ജനിച്ചത്. 1926 അദ്ദേഹം സ്വന്തം നാട്ടിൽ അധ്യാപകനായി സനാതനധർമ്മ ലൈബ്രറി ആരംഭിച്ചു. 1945 47 ഗ്രാമീണ ലൈബ്രറികളുമായി തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നതിന് പണിക്കർ നേതൃത്വം നൽകി. വായിക്കുക, വളരുക എന്നതായിരുന്നു സംഘടനയുടെ മുദ്രാവാക്യം. വായനയുടെ മുഖ്യം പ്രഖ്യാപിച്ച് അദ്ദേഹം കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് യാത്രയായി. 6000-ഓളം ലൈബ്രറികൾ ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു. 1975 യുനെസ്കോയിൽ നിന്ന് അഭിമാനകരമായ കൃപസഖ അവാർഡ് ഗ്രന്ഥശാല സംഘം നേടി. 1977 വരെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നതുവരെ പണിക്കർ 32 വർഷം സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. Hi friends, I hope you're all good. My name is Agni and I study in first standard 1B. Today I'm going to say a story about a crow. ഒരു കാക്ക ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കാക്കയ്ക്ക് ഭയങ്കരമായി ദാഹിക്കണുണ്ടായിരുന്നു. എന്നിട്ട് ദൂരെ ഒരു വീട്ടില് ഒരു കുടത്തില് കുറച്ച് വെള്ളം കണ്ട്. എന്നിട്ട് കാക്ക പെട്ടെന്ന് അങ്ങോട്ട് പറന്നുപോയി. എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കിയപ്പോ വെള്ളം കിട്ടിയില്ല. കാരണം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ആ കുടത്തില്. അങ്ങനെ ആ കാക്കയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി. എന്നിട്ട് അവിടെ കുറെ കല്ല് കിടക്കണുണ്ടായിരുന്നു. ആ കല്ലൊക്കെ എടുത്തിട്ട് ആ കുടത്തിന്റെ ഉള്ളിലേക്ക് ഇട്ട്. എന്നിട്ട് അതിന് വെള്ളം കുടിച്ചിട്ട് കാക്ക ഹാപ്പിയായി വീട്ടിലേക്ക് പോയി. Bye. ഹായ്, ഹലോ, ഞാനാണ് പ്രിയ. ഞാൻ പാടാൻ പോകുന്ന കുഞ്ഞു മാഷിന്റെ ചെറിയൊരു മറക്കവിത. മഴ 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 വന്നു, മാനത്തിനൊരു മഴ വന്നു. മഴ 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 വന്നു, മാനത്തിനൊരു മഴ വന്നു. മലയുടെ മുകളിൽ തങ്ങാടി, മാലിക മുകളിൽ തങ്ങാടി. മലയുടെ മുകളിൽ തങ്ങാടി, മാലിക മുകളിൽ തങ്ങാടി. മിഴികൾക്ക് ഉത്സവമായി വന്നു, മിഴികൾക്ക് ഉത്സവമായി വന്നു. മഴ 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 വന്നു, മാനത്തിനൊരു മഴ വന്നു. മഴ 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 വന്നു, മാനത്തിനൊരു മഴ വന്നു. മലയുടെ മുകളിൽ തങ്ങാടി, മാലിക മുകളിൽ തങ്ങാടി. മലയുടെ മുകളിൽ തങ്ങാടി, മാലിക മുകളിൽ തങ്ങാടി. മിഴികൾക്ക് ഉത്സവമായി വന്നു, മിഴികൾക്ക് ഉത്സവമായി വന്നു. താങ്ക് യു. I am Aniruddha, first standard B. ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് ഒരു കവിതയാണ്. മാനത്തെ പൂങ്കിണ്ണം. മാനത്തുണ്ടൊരു പൂങ്കിണ്ണം, പാലൊളി തൂകും പൂങ്കിണ്ണം. ചന്ദന ശോഭ പടർന്നൊഴുകും ചന്ദ്രികയാണ് പൂങ്കിണ്ണം, ചന്ദ്രികയാണ് പൂങ്കിണ്ണം. താങ്ക് യു. ഹായ്, ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് കുഞ്ഞു മാഷിന്റെ കവിത മഴ. മഴ 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 വന്നു.
തങ്ങാതെ മലയുടെ മുകളിൽ തങ്ങാതെ മാളിക മുകളിൽ തങ്ങാതെ മഴ 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 വന്നു മാനത്തുന്നൊരു മഴ വന്നു മഴ 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 വന്നു നീകൾ ഉത്സവമായി വന്നു. താങ്ക് യു. കൊത്തിക്കും മുല്ലപ്പൂവിനും ചേമന്തിക്കും തെച്ചിക്കും പല നിറമേകി പല മണമേകി പല ഗുണമേകി ജഗദീശൻ. മുക്കുറ്റിക്കും മുല്ലപ്പൂവിനും ചേമന്തിക്കും തെച്ചിക്കും പല നിറമേകി പല മണമേകി പല ഗുണമേകി ജഗദീശൻ. പുൽച്ചാടിക്കും പുഴുവിനുമെല്ലാം രൂപം നൽകി ഭാവം നൽകി പുൽച്ചാടിക്കും പുഴുവിനുമെല്ലാം രൂപം നൽകി ഭാവം നൽകി. എല്ലാം ഒന്നിൽ അംശം മാത്രം ഭേദം കാട്ടരുതാരോടും എല്ലാം ഒന്നിൽ അംശം മാത്രം ഭേദം കാട്ടരുതാരോടും. മുക്കുറ്റിക്കും മുല്ലപ്പൂവിനും ചേമന്തിക്കും തെച്ചിക്കും പല നിറമേകി പല മണമേകി പല ഗുണമേകി ജഗദീശൻ. താങ്ക് യു. ഇഷിതയാണ്. ഞാൻ ഇന്നിവിടെ ഒരു കുഞ്ഞിന്റെ മാഷിന്റെ മഴയുള്ളത് കുഞ്ഞൊരു കവിത ഇതാണ്. മഴ 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 വന്നു മാനത്തങ്ങനെ മഴ വന്നു മഴ 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 വന്നു മാനത്തങ്ങനെ മഴ വന്നു മലയുടെ മുകളിൽ തങ്ങാതെ മലയുടെ മുകളിൽ തങ്ങാതെ മഴ 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 വന്നു മാനത്തങ്ങനെ മഴ വന്നു നെല്ലുകൾ കുളിച്ചതി മഴ വന്നു മഴ 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 വന്നു മാനത്തങ്ങനെ മഴ വന്നു. താങ്ക് യു മിസ്. മുറ്റത്തെ മാവിലൊരു ഞാലു വേണം ആടി തിമിർക്കാനു കുട്ടികൾ വേണം പാട്ടൊന്നു പാടുവാൻ മുത്തശ്ശി വേണം താളം പിടിക്കുവാൻ മുത്തശ്ശൻ വേണം താളം പിടിക്കുവാൻ മുത്തശ്ശൻ വേണം ആട്ടി വിടുവാൻ അമ്മയും വേണം കണ്ടു രസിക്കാൻ അച്ഛനും വേണം അമ്പിളി മാമനുദിച്ചു നിൽക്കണം വെണ്ണിലാവെങ്ങും പരന്നിരിക്കണം വെണ്ണിലാവെങ്ങും പരന്നിരിക്കണം. എന്റെ പേര് കശ്യപ്. ജി ശങ്കരക്കുറുപ്പിന്റെ കൊച്ചു നക്ഷത്രം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലെ ഇരുത്തിയത് അമ്മയാണോ വല്ലതും തട്ടി മറിച്ചുവോ നീ വല്ലാതെ വാശി പിടിച്ചുവോ നീ അമ്മ കയർക്കുവാൻ എന്തു മൂലം നമ്മൾ കാണിക്കണം നല്ല ശീലം താഴോട്ട് പോരുവാൻ മോഹമില്ലേ വീഴാതെ ചാടുവാൻ പറ്റുകില്ലേ പൊക്കമില്ലാത്തേന കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും നന്ദി. എന്റെ പേര് ദേവിക് നിതിൻ. ഞാൻ 1 ബിയിലാണ് പഠിക്കുന്നത്. ഞാനിപ്പം ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കിളിയുടെ കരുണ. ഒരു കാട്ടിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അതിൽ കുറേ കിളികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ ഒരു വേടൻ വന്നു. വേടന്റെ കയ്യിൽ വിഷം നിറച്ച് അമ്പുകൾ ഉണ്ടായിരുന്നു. വേടൻ കിളിയുടെ നേരെ അമ്പു ചെയ്തു. അപ്പം ലക്ഷ്യം തെറ്റി അമ്പ് ആൽമരത്തിലേക്കാണ് കൊണ്ടത്. ആൽമരം കരഞ്ഞു തുടങ്ങി. ബാക്കി എല്ലാ കിളികളും പറന്നു പോയി വേറെ മരത്തിലേക്ക്
പക്ഷെ ഒരു കിളി മാത്രം എവിടേക്കും പോയിട്ടില്ല. അത് കണ്ട് ദൈവം ഭൂമിയിലേക്ക് വേഷം മാറി വന്നു. എന്നിട്ട് ദൈവം കിളിയോട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്കും എവിടെങ്കിലും പോയിക്കൂടെ എന്ന് ദൈവം കിളിയോട് ചോദിച്ചു. അപ്പം കിളി പറഞ്ഞു ദൈവത്തിനോട്, ഇത്രയും കാലം താമസിക്കാൻ സ്ഥലം തന്ന മരത്തിനെ വിട്ടു പോകുന്നത് ശരിയാണോ? അപ്പം നമസ്തേ ഓൾ, ഞാൻ ദേവേന്ദു സുജിത് ഓവൻസ് വിദ്യാശ്രമത്തിൽ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായി പഠിക്കുന്നു. ഇന്ന് ടി.എൻ. പണിക്കരുടെ ഓർമ്മയ്ക്കായി ഈ ജൂൺ 19 ഈ വായനാ ദിനമായി നമുക്ക് ആഘോഷിക്കുന്നു. ഈ വായനാ ദിനത്തിൽ ഞാൻ പാടാൻ പോകുന്ന കവിതയാണ് ONV കുറുപ്പിന്റെ കുഞ്ഞേടത്തി എന്നുള്ള കവിത. നമുക്ക് ചെല്ലാം. കുഞ്ഞേടത്തി തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം, പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വാരക്കുറി ചന്തുപൊട്ടും. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം, പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വാരക്കുറി ചന്തുപൊട്ടും. ഇറൻമുടിയിൽ എണ്ണെണ്ണ മണം, ചില നേരമാത്തുമ്പത്തൊരു പൂവും. ഇറൻമുടിയിൽ എണ്ണെണ്ണ മണം, ചില നേരമാത്തുമ്പത്തൊരു പൂവും. കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. മടിയിലിരുത്തിട്ട് മാറോടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. മടിയിലിരുത്തിട്ട് മാറോടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെ ആരും കേൾക്കാത്ത കഥ പറയും. ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെ ആരും കേൾക്കാത്ത കഥ പറയും. കുഞ്ഞേടത്തി തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം, കുഞ്ഞേടത്തി തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം. ഉണ്ണിക്കെന്തിനോ മേദീനം കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ, ഉണ്ണിക്കെന്തിനോ മേദീനം കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ. കണ്ണിൽ കണ്ടതും കത്തിരിക്കായും ഇതെന്താണെന്ന് ചോദിക്കും. കണ്ണിൽ കണ്ടതും കത്തിരിക്കായും ഇതെന്താണെന്ന് ചോദിക്കും. കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കത്ഭുതമാഹാകം. കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. എന്തിന് പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്, എന്തിന് തുമ്പികൾ പറക്കുന്നു ഉണ്ണിയെ കണ്ടു കൊതിപ്പിക്കാൻ. നന്ദി, നമസ്കാരം. നമസ്തേ, ഞാൻ ആരാധ്യ അഖിലേഷ്. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ കദളിവനം എന്ന കവിത. പച്ചക്കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും, ഉച്ചത്തിലങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ച ദിക്കങ്ങൾ മാലോകരൊക്കെ ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്ന വാഴകൾ. 4 ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തതാപാലാനിരൻ വന്നു തട്ടുന്ന നേരത്ത് കോലാകരം നൃത്തമാടും ദളങ്ങളും താഴത്തു ഭാഗത്ത് വീണു കിടക്കുന്നു. വാഴപ്പഴം കൊണ്ടു മൂടി മഹീതലം വാഴച്ചു പട്ടു വിരിച്ചു കണക്കിനെ. വാഴയ്ക്ക് ചുറ്റും പ്രകാശമുള്ളപ്പോഴും വാവലും കാക്കയും പച്ചക്കിളികളും പ്രാവും പരുന്തും പറന്നു നടക്കുന്നു.
പക്ഷികൾ വന്നേ പഴുത്ത പഴങ്ങളെ പക്ഷിക്ക് മാറില്ല പേടികൊണ്ടാരുമേ. മോഹം കരേ പുണരാൻ മോഹം കടലിനുണ്ടൊരു മോഹം കരേ പുണരാൻ മോഹം കരയ്ക്കുണ്ടൊരു മോഹം തിരെ പുൽക്കാൻ മോഹം കരയ്ക്കുണ്ടൊരു മോഹം തിരെ പുൽക്കാൻ മോഹം മഴയ്ക്കുണ്ടൊരു മോഹം ബേദത്തിൽ നിർത്താൻ മോഹം എനിക്കുണ്ടൊരു മോഹം പഠിച്ചുയരാൻ മോഹം എനിക്കുണ്ടൊരു മോഹം പഠിച്ചുയരാൻ മോഹം പഠിച്ചുയരാൻ മോഹം പഠിച്ചുയരാൻ മോഹം. Hi friends, I am Ansika. I am a first standard student. ഞാനിവിടെ പാടാൻ പോകുന്നത് കിളിന്റെ പാട്ടാണ്. മഴയുണ്ടെങ്കിൽ മരമുണ്ട്, മരമുണ്ടെങ്കിൽ കിളിയുണ്ട്, കിളിയുണ്ടെങ്കിൽ കൂടുണ്ട്, കൂടുണ്ടെങ്കിൽ കുഞ്ഞുണ്ട്. മഴയുണ്ടെങ്കിൽ മരമുണ്ട്, മരമുണ്ടെങ്കിൽ കിളിയുണ്ട്, കിളിയുണ്ടെങ്കിൽ കൂടുണ്ട്, കൂടുണ്ടെങ്കിൽ കുഞ്ഞുണ്ട്, കുഞ്ഞുണ്ടെങ്കിൽ പാട്ടുണ്ട്, പാട്ടുണ്ടെങ്കിൽ ഞാനുണ്ട്, ഞാനുണ്ടെങ്കിൽ നീയുണ്ട്, നീയുണ്ടെങ്കിൽ നാമുണ്ട്. താങ്ക് യു. നമസ്തേ, ഞാൻ കൃഷിക. ഈ വാക്കു തന്നതിന്നമ്മ, ഈ പാട്ടു തന്നതിന്നമ്മ. പൊന്മകനേ നീ നന്നായി വരണമെന്നെന്നെ കനിഞ്ഞതും അമ്മ. പൊന്മകനേ നീ നന്നായി വരണമെന്നെന്നെ കനിഞ്ഞതും അമ്മ. ഈ വാക്കു തന്നതിന്നമ്മ, ഈ പാട്ടു തന്നതിന്നമ്മ. എത്ര തന്നാലും തീരാത്ത സ്നേഹമാമൊഴികളിൽ താലോലമായി അമ്മ തന്നെറുകിളിൽ സീമന്തരേളയിൽ വറ്റാത്ത വാത്സല്യഗംഗ. അമ്മ തൻ കയ്യിലെ പുൽച്ചട്ടുകം കൊണ്ട് തൊട്ടാളെന്തിനോ സ്വാദ്. അമ്മ എൻ്റെ നിലാവ് പുലരിയിലെ നീ തിരിവിളക്ക്. എവിടെ നീ എന്നെ അലിവോടെ എന്നും തേടുന്ന വാക്ക്. വഴി തെറ്റിയെങ്ങും പോകല്ലേ എങ്ങെങ്ങെയെന്നും തടുക്കുന്ന നോട്ടം. എവിടെയാണെങ്കിലും അരികിൽ ഞാനുണ്ടെന്ന കണിവാർന്ന കാരുണ്യഭാവം. അമ്മയ്ക്കു തുല്യമായ അമ്മ മാത്രം, അമ്മയ്ക്കു തുല്യമായ അമ്മ മാത്രം. എൻ്റെ അമ്മയെ പോലെൻ്റെ അമ്മ മാത്രം. ഈ വാക്കു തന്നതിന്നമ്മ, ഈ പാട്ടു തന്നതിന്നമ്മ. താങ്ക് യു. I am Dhruvamanaj, Bansujavanti Chilendra. ഈ മുളം കാട്ടിൽ പള്ളികളിൽ ചില്ലകളിൽ പള്ളി
Mother TK. Heading in first A in ഭാരതീയ വിദ്യാഭവൻ. ഇന്ന് ഞാൻ ഇവിടെ ഒരു ഊഞ്ഞാലിന്റെ പാട്ടാണ് പാടാൻ പോകുന്നത്. മുറ്റത്തെ മാവിലൂഞ്ഞാലു വേണം, ആടിത്തിമിർക്കാനോ കുട്ടികൾ വേണം. പാട്ടൊന്നു പാടുവാൻ മുത്തശ്ശി വേണം, താളം പിടിക്കുവാൻ മുത്തശ്ശൻ വേണം. താളം പിടിക്കുവാൻ മുത്തശ്ശൻ വേണം. ആട്ടിവിടുവാൻ അമ്മയും വേണം, കണ്ടു രസിക്കാൻ അച്ഛനും വേണം. അമ്പിളി മാമൻ ഉദിച്ചു നിൽക്കണം, വെണ്ണിലാവെങ്ങും പരന്നിരിക്കണം. വെണ്ണിലാവെങ്ങും പരന്നിരിക്കണം. Thank you, Miss. Good morning, Miss. I am Nishana Durbe. ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് മാമുത്തശ്ശിന്റെ പാട്ടാ. കൊച്ചിലെയായി ചെളിയൊടുക്കും മാവൊരു മുത്തശ്ശിയെ, മാമ്പഴ മാവും കമ്മല് തൂക്കിയ മാവൊരു മുത്തശ്ശിയെ. കടുത്ത കല്ലാം പണവും വാങ്ങി കമ്മല് വിൽക്കുന്നു. മാമ്പഴ മാവും സ്നേഹം നൽകിയിട്ട് അങ്ങനെ നിൽക്കുന്നു. നമസ്കാരം. I am തേജലക്ഷ്മി. Study in first A. ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന ഉള്ളൂരിന്റെ കുട്ടിയും പ്രാവ് എന്ന കവിതയാണ്. പ്രാവി പ്രാവി പോകരുതേ, കൂട്ടിനകത്താക്കാൻ പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാൻ. കൊള്ളാം കുഞ്ഞി നിന്നിഷ്ടം, തല്ലാൻ പാടില്ലെന്നാരും ഞാനങ്ങോട്ടേക്കില്ലപ്പോൾ മാനം നോക്കി പോകുന്നു. അയ്യോ പ്രാവേ പോകരുതേ, കയ്യും ദാഹവും ഉണ്ടാമേ. വേനൽക്കാലത്തുച്ചയ്ക്ക് മാനം നോക്കി സഞ്ചാരം. പ്രാവേ പ്രാവേ പോകരുതേ, കൂട്ടിനകത്താക്കാൻ പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. നമസ്കാരം, ഞാൻ കശ്മീർ ആറി. ഇന്ന് ഞാൻ ചൊല്ലാൻ പോണ കവിത പൂമ്പാറ്റ. പൂവുകൾ തേടും പൂമ്പാറ്റ, പൂന്തേൻ ഉണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി വീശും പൂമ്പാറ്റ, പൂവില് ഉറങ്ങും പൂമ്പാറ്റ. മഴവില്ലാണ് നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. മുങ്ങാൻ പൊങ്ങാൻ ഇളവെയിലിൽ, നീന്താൻ മറയാൻ പൊൻവേലിൽ. പൂവുകൾ തേടും പൂമ്പാറ്റ, പൂന്തേൻ ഉണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി വീശും പൂമ്പാറ്റ, പൂവില് ഉറങ്ങും പൂമ്പാറ്റ. നന്ദി. എന്റെ പേര്
ചിമ്മു വേഗം ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക്. എന്നിട്ട് ചിമ്മു മുങ്ങി പോയി കാലും കൈകൊണ്ട് ഇങ്ങനെ നീന്തി നീന്തി കരയിലെത്തി. എന്നിട്ട് ആ ചിമ്മു ഇനി മീൻ പിടിക്കാൻ പോവില്ല. കഴിഞ്ഞു. ഞാൻ ഐസാനി അമ്മസാണ്. ഞാൻ കവിത പാടാൻ പോവുകയാണ്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പൂവിർന്നിതാവളം നമ്മെ തെറ്റി നീനക്കുന്നി ചൊല്ലാൻ നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കൂമേലിങ്ങിവർ പൊങ്ങി വെണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യ നിക്കൂ പകർപ്പാൻ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മഴകല്ലേ എന്നോമലുണ്ണി പിച്ച നടന്നു കളിപ്പൂ ഈ പിച്ചകമുണ്ടോ നടപ്പൂ ഇമ്മട്ടിലായതെന്തെന്നാൽ എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. Namaste everyone. I am Parvati. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പാടാൻ പോവണ പാട്ട് മാവുയും മുത്തശ്ശി. പച്ചിലയായി ചെളിയുടുക്കും മാവുയും മുത്തശ്ശി. മാമ്പഴവും കമ്മൽ തൂക്കിയ മാവുയും മുത്തശ്ശി. പച്ചിലയായി ചെളിയുടുക്കും മാവുയും മുത്തശ്ശി. മാമ്പഴവാവും കമ്മൽ തൂക്കിയ മാവുയും മുത്തശ്ശി. കറുത്ത കല്ലായി പണവും വാങ്ങി കമ്മല് വെക്കുന്നു. മാമ്പഴവാവും സ്നേഹം നൽകി അങ്ങനെ നിൽക്കുന്നു. പച്ചിലയായി ചേർന്നെടുക്കും മാവുയും മുത്തശ്ശി. മാമ്പഴവാവും കമ്പിൽ തൂക്കിയ മാവുയും മുത്തശ്ശി. താങ്ക് യു മിസ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നാണ് ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. മുത്തത്തെ മാങ്ങിലൂറിനാള് വേണം, അടുത്ത മെക്കുകയാണ് കുട്ടികൾ വേണം, പച്ചോണ് പടുകാൻ മുത്തശ്ശി വേണം, തവൻ പിടിക്കുവാൻ മുത്തശ്ശൻ വേണം, മട്ടി വിടുവാൻ അമ്മയും വേണം, കണ്ടു രസിക്കാൻ അച്ഛനും വേണം, അമ്മയും അമ്മയും ഒരിച്ചു നിൽക്കണം, വെങ്ങിലവങ്ങും പറഞ്ഞിരിക്കണം. താങ്ക് യു. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ പ്രകാശ്. നമുക്കൊരു പുതിയ പാട്ട് പാടിയല്ലോ. പൂമ്പാറ്റയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പാട്ട്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. പൂവിലിരിക്കും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂങ്കൊടി പൂശും പൂമ്പാറ്റ, പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ. പൂവിലിരിക്കും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂങ്കൊടി പൂശും പൂമ്പാറ്റ, പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ. പാടി നടക്കും പൂമ്പാറ്റ്, പാടി നടക്കും പൂമ്പാറ്റ്, ഞാനുണ്ടാക്കിയ പൂന്തോട്ടത്തിൽ പൂന്തേൻ ഉണ്ണാൻ വരുമോ നീ. ഞാനുണ്ടാക്കിയ പൂന്തോട്ടത്തിൽ പൂന്തേനും വരുമോ നീ. എല്ലാ കൂട്ടുകാർക്കും എല്ലാ ടീച്ചേഴ്സിനും എന്റെ നമസ്കാരം. ഞാൻ രഘുറ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറി തയ്യൽക്കാരനാണ്. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു തയ്യൽക്കാരൻ ജീവിച്ചിരുന്നു. അവിടെ ഒരു ആനയും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം എന്നും കൊടുക്കായിരുന്നു പഴം. അപ്പോൾ പതിവ് പോലെ ഒരു ദിവസം ആന വന്നു. ആ തയ്യൽക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മോനുണ്ടായിരുന്നു. അപ്പം ഇല്ലേ പഴം വാങ്ങാൻ പോയതായിരുന്നു. അപ്പോൾ ഇല്ലേ പോയിക്കോളണം പറഞ്ഞു ആനയോട് അദ്ദേഹത്തിന്റെ മോൻ. പക്ഷെ ആന പോയില്ല. പിന്നെയും തുമ്പി കൈ നിർത്തി. നീ പോവാൻ പറഞ്ഞാൽ പോവൂല, എന്നാ
കുഞ്ഞാതാ ഇത് വാങ്ങിച്ചോ സൂചി കൊണ്ടുള്ള കുത്ത് പറഞ്ഞിട്ട് അപ്പൊ ആനക്ക് അവിടെ കുത്തി. അപ്പൊ ആനക്ക് വേദനിച്ചു. പോയിട്ട് കുളിച്ചിട്ട് വരുമ്പോൾ തുമ്പിക്കൈയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നു. എന്നിട്ട് തയ്യൽക്കാരൻ്റെ മോൻ ചോദിച്ചു, എന്താ നിനക്ക് ഇനിയും കിട്ടി പോരല്ലേ, ഇനിയും വേണോ സൂചി കൊണ്ടുള്ള കുത്ത്? എന്നിട്ട് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആന വെള്ളം അങ്ങോട്ട് ചീറ്റി ഒഴിച്ചു. എല്ലാം നനഞ്ഞല്ലോ. പിന്നെ ആ മെഷീൻ തുമ്പിക്കൈയിലെടുത്ത് പൊക്കി ആൾക്കാർക്ക് എടുത്തിട്ട് അപ്പോഴേക്കും ആ തുന്നൽക്കാരന്റെ അച്ഛൻ വന്നിരുന്നു. എന്തിനാ കൊമ്പ നീ ഇങ്ങനത്തെ വിരുദ്ധ കാണിച്ചെന്ന് ചോദിച്ചു. അതിന്റെ പാപ്പാൻ പറഞ്ഞു, തെറ്റ് ചെയ്ത് കൊമ്പനല്ല, നിങ്ങളുടെ മോനാ. നിങ്ങളുടെ മോൻ ഇതിന് സൂചി കൊണ്ട് കുത്തി. സോറി അച്ഛാ, എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥയിൽ നമ്മൾ പഠിച്ച് നമ്മൾ ഒരാളിനെ വേദനിപ്പിച്ചാൽ അവർ നമ്മളെ ഒരു ദിവസം വേദനിപ്പെടുത്തും. അതുകൊണ്ട് വേദനപ്പെടുത്തത് ആരും നമ്മൾ മൃഗങ്ങളായാലും ശരി. നമസ്തേ, എൻ്റെ പേര് സംഹിത. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബിയിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ തവളേൻ്റെ ഒരു കവിത ആണ് ചൊല്ലാൻ പോകുന്നത്. ആറ്റിലെ കുഞ്ഞു തവളേ, നിനക്കാരുണ്ടു കൂടെ കളിക്കാൻ? ചേറ്റിൽ കിടക്കുന്നതെന്തേ, നിന്റെ കൂട്ടുകാർ വിട്ടേച്ചു പോയോ? മാറി വരുന്നത് കണ്ടോ, മനം മൂടിയിരുപ്പത് കണ്ടോ? എന്നിട്ട് മിന്നൽ ചീറ്റി വരുന്നത് കണ്ടോ? എന്നിട്ടും ഇങ്ങനെ പെക്രാം പാടി ഇങ്ങട്ടിരിക്കുകയാണോ? എന്നിട്ടും ഇങ്ങനെ പെക്രാം പാടി ഇങ്ങട്ടിരിക്കുകയാണോ? ഇങ്ങട്ടിരിക്കുകയാണോ? താങ്ക് യു മിസ്. നമസ്തേ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുഞ്ഞനുറുമ്പും കുഞ്ഞിപ്രാവും. ഒരു ദിവസം കുഞ്ഞനുറുമ്പ് കാട്ടിലൂടെ നടന്നു പോകും കാൽ വഴുതി പുഴയിൽ വീണു. രക്ഷിക്കണേ രക്ഷിക്കണേ, കുഞ്ഞനുറുമ്പ് ഉറക്കെ നിലവിളിച്ചു. തൊട്ടടുത്ത് ഒരു മരക്കൊമ്പിലിരുന്ന് കുഞ്ഞിപ്രാവ് ഇത് കേട്ടു. ഈ കുഞ്ഞനുറുമ്പിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കുഞ്ഞിപ്രാവ് ഒരു ഇല എടുത്തിട്ട് കുഞ്ഞനുറുമ്പിനെ എടുത്തു തന്നെ ഇട്ട് കൊടുത്തു. കുഞ്ഞനുറുമ്പ് പേടിച്ചു കയറി രക്ഷപ്പെട്ടു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കുഞ്ഞനുറുമ്പ് കാട്ടിലൂടെ നടന്നു പോകുമ്പോ അതോ ഒരു വേടൻ കുഞ്ഞിപ്രാവിനെ നേരെ അമ്പ് ചൂടുന്നു. കുഞ്ഞനുറുമ്പ് ഒന്നും ചിന്തിച്ചില്ല. കുഞ്ഞനുറുമ്പ് വേടന്റെ കയ്യിൽ നല്ലൊരു കാടിച്ചു. ഹൗ, വേദന കൊണ്ട് പുളി എന്നെ. വേടന്റെ കരച്ചിൽ കേട്ട് കുഞ്ഞിപ്രാവ് പറന്നുപോയി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നാം നന്മ ചെയ്താൽ നമുക്കും നന്മ ലഭിക്കും. നന്ദി. മഴ 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 വന്നു, മാനത്തെന്നൊരു മഴ വന്നു. മഴ 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 വന്നു, മാനത്തെന്നൊരു മഴ വന്നു. മഴയുടെ മുകളിൽ തങ്ങാതെ, മാളിക മുകളിൽ തങ്ങാതെ, മഴ 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 വന്നു, മാനത്തെന്നൊരു മഴ വന്നു. മഴ 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 വന്നു, മേഘോത്സവമായി വന്നു, മേഘോത്സവമായി വന്നു. ഈ വഴിയിൽ നിന്നു ചെന്ന് പോകുന്നിതാ പറന്നമ്മേ, രചിനാക്കുണ്ണി ചൊല്ല പൂമ്പാറ്റകളല്ലേ ഇത്
സങ്കല്പം സമിങ്ങറിയുഗതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. ഹായ്, ഐ ആം ശിവാനി എസ് ഫ്രം ഫസ്റ്റ് എ. നിങ്ങൾ എല്ലാവരും തത്തമ്മേനെ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട് തത്തമ്മേനെ കുറിച്ചുള്ള ഒരു കൊച്ചു പാട്ടാണ്. തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ, തഞ്ചം നോക്കി താളത്തിൽ തുള്ളും തത്തമ്മേ. നിന്റെ നാടിതെന്നറിയില്ലല്ലോ, നിന്റെ വീടിതെന്നറിയില്ലല്ലോ. പോകട്ടെ, ദൂരെ ദൂരെ പോകണ്ടേ, നാടിത വീടിത ചൊല്ലു തത്തമ്മേ. പൂച്ച തത്തമ്മേ പൂച്ച പൂച്ച, പച്ച തത്തമ്മേ നാം പറയാം. കൊഞ്ചി കൊഞ്ചി ചൊല്ലാമേ, കൊഞ്ചി മുഴിയിൽ ചൊല്ലാമേ, തത്തമ്മേ പൂച്ച പൂച്ച. തത്തി തത്തി താളത്തിൽ തുള്ളുന്ന തത്തമ്മേ, തഞ്ചം നോക്കി താളത്തിൽ തുള്ളുന്ന തത്തമ്മേ. പോര് പോര് നീ പാല തരാം, ഇത്തിരി ചോറിൽ ഊണ് തരാം. പട്ടുമെത്തായി തന്നിടാം, പട്ടുറുമായി തന്നിടാം, പാട്ടുപാടി ഉറക്കിടാം പോരു തത്തമ്മേ. തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ, തഞ്ചം നോക്കി താളത്തിൽ തുള്ളും തത്തമ്മേ. നിന്റെ നാടിതെന്നറിയില്ലല്ലോ, നിന്റെ വീടിതെന്നറിയില്ലല്ലോ. പറിപ്പോകണ്ടേ, ദൂരെ ദൂരെ പോകണ്ടേ, നാടിത വീടിത ചൊല്ലു തത്തമ്മേ. 19 വായനാ ദിനോത്സവം ആരംഭിച്ച ഒരു കൊച്ചു കവിതയാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാമില്ല, അറിവിൽ സ്വന്തം പാടില്ല. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെന്ന വായിക്കാം. താങ്ക് യു ടീച്ചർ. നമസ്തേ, എന്റെ പേര് ഗൗരി. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. വാക്കുരുവി രജകുരുവി, വാഴക്കൈമൽ ഇരുകുരുവി, നാല് തരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. താങ്ക് യു മിസ്. അമ്മേ നമുക്കൊരു യാത്ര പോകാം, ഗുരുവായൂരപ്പനെ കണ്ടുപോരാം. ഉണ്ണിയന്നങ്ങനെ ചൊന്നപ്പോൾ അമ്മത് ചിത്തത്തിൽ മോദം താഴ്ത്തുപോയി. എത്രയോ നാളായി ഉണ്ണിയും തന്നോട് ഒരിയാടിടാതെ നടന്നിടുന്നു. ജീവിത ക്ലേശവും ഭാരവുമായിടാം, എത്രയായാലും എൻ കുട്ടനല്ലേ. രാവിലെ തന്നെ കുളിച്ചു ഒരുക്കി, പിന്നെ മരുമകൾ നീട്ടിയ ചേര ചുറ്റി. രണ്ടു പുടവ ഒതുക്കിയ ബാഗുമായി അന്നമ്മ അങ്ങനെ പടിയിറങ്ങി. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ദേവദ ജോഷി. ഞാൻ 1ാം ക്ലാസ്സിൽ ഏഴിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് നല്ലൊരു കഥ പറയാൻ പോവാണ്. കഥയുടെ പേരെന്താ? ഒരു മുതലയും ഒരു തത്തയും. ഞാൻ കഥ പറയാൻ പോവാണേ. ഒരു മുതലുണ്ടായിരുന്നു പുഴയില്. ആ മുതല ബോറടിക്കുമായിരുന്നു. ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കല്ലേ. എന്നിട്ട് ഒരു ദിവസം വിചാരിച്ചു, നമ്മക്കൊന്ന് ഞാനൊന്ന് പുറത്ത് പോട്ടേനാന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പം പുറത്ത് പോകും. എന്നിട്ട് കുറച്ചുകൂടെ നടന്നപ്പോ എന്താ ഉറക്കം വന്നു പോകും. എന്നിട്ട് അപ്പൊ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയില് എത്തിനാലാണ് ഞാൻ വിചാരിച്ചു. അപ്പം
ഇത്തിരി നേരം ഉറങ്ങി. 2 ദിവസം ഫുള്ള് മോനൊക്കെ എന്താ ആ മുട്ട ചെറുതായിരുന്നു. ഉള്ളിൽ കയറാനേ പറ്റുള്ളൂ, പുറത്തു പോകാൻ പറ്റില്ല. എന്നിട്ട് കൊലഞ്ഞു. അപ്പം ആരാ വന്നത് ആ വഴി കൂടി? തത്ത. ആ തത്ത പറഞ്ഞു, മുതലച്ച എന്തിനാ നീ കരയുന്നേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നെ ഒന്ന് പുറത്തിറക്കി തരുമോ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ചെയ്തു തരാം, പക്ഷെ എന്നെ കഴിക്കരുത് ആ മുതലച്ച പറഞ്ഞു. എന്നിട്ട് ആ മുതലച്ച ഓക്കെ പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ താത്ത അപ്പൊ ആ മുതലിനെ പിടിച്ച് വലിച്ചിട്ട് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ആ മുതല പറഞ്ഞു, മുതലേക്ക് നല്ല വിശപ്പില്ലേ, അതുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, ഞാനിപ്പോ നിന്നെ വെച്ച് കഴിക്കും പറഞ്ഞു. എന്നിട്ട് അതൊക്കെ ആര് കണ്ടോ? കൊരങ്ങിച്ചൻ കണ്ടു. ആ കൊരങ്ങിച്ചൻ എല്ലാം കണ്ടു. എന്നിട്ട് താഴേക്ക് വന്നു. എന്നിട്ട് എന്താ പ്രോബ്ലം ചോദിച്ചു. അവർ രണ്ടാളും. എന്നിട്ട് മുതലേന്റെ പ്രശ്നവും പറഞ്ഞു, പിന്നെ തത്തേന്റെ പ്രശ്നവും പറഞ്ഞു. എന്നിട്ട് ഇതിനോട് വഴി ഉണ്ടാക്കി തരാ പറഞ്ഞു. അപ്പം ആ കൊരങ്ങച്ചൻ പറഞ്ഞു, മുതലച്ച ഒന്ന് ആ ഗുഹയിൽ കയറി തരുമോ ചോദിച്ചു. അപ്പം ഗുഹയിൽ കയറി. എന്നിട്ട് അവർ രണ്ടാളും ചേർന്നത് വലിയൊരു കല്ല് ഇട്ടിട്ട് അത് അടച്ചു വെച്ചു. എന്നിട്ട് അവിടെ പോയി. അതാണ് കഥ. എനിക്ക് തോന്നുന്നേ നിങ്ങൾക്കൊക്കെ ഈ കഥ ഇഷ്ടമായി തോന്നുന്നു. അപ്പം Namaste everyone. My name is Sankar. I am a first standard day. സുഗതി കുമാരി ടീച്ചറുടെ കണ്ണന്റെ അമ്മ. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നം കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മുഴുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിച്ചേ ഇല്ലെന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ണനി കാട്ടില് വന്നിച്ചേ ഇല്ലെന്നു കൊച്ചു കാളിന്റെ ഓളങ്ങൾ തുള്ളുന്നു. കളലു കഴച്ചു വളർന്നപ്പോളമ്മ തിരികെ പോകാൻ തുടങ്ങുന്നു. കാടിന്മേലിച്ച എത്തി നിന്നപ്പോൾ ഒരോടക്കുയൽ വിളി പൊങ്ങുന്നു. കമ്പ് കരവിട്ടു വികുന്നു, മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. അമ്മ തൻ കുഞ്ഞിന്റെ പൊന്നോടക്കുയൽ കേൾക്കുന്നു. അമ്മ തൻ കുഞ്ഞിന്റെ പൊന്നോടക്കുയൽ കേൾക്കുന്നു. നമസ്കാരം, എന്റെ പേര് സൃഷ്ടി ജെ.കെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കഥയാണ്. കഥയുടെ പേരാണ് കാക്കിയുടെ പൊങ്ങച്ചം. ഒരു സ്ഥലത്ത് ഒരു കാക്കി ഉണ്ടായിരുന്നു. കാക്കിക്ക് ഭംഗിയില്ല, രസമില്ല, നിറമില്ല, അങ്ങനെ പറഞ്ഞ് വിഷമിച്ചു. അവിടെ കുറെ മയിലുകൾ വന്നിരുന്നു. മയിലുകൾ കാണാൻ എന്ത് ഭംഗിയോ. കാക്കിക്ക് ഒരു മുള്ളില് മോഹം തോന്നി. പിന്നെ മയിലുകൾ പറന്നു പോയപ്പോൾ കുറെ പീലി ഉണ്ടായിരുന്നു. അപ്പൊ കാക്ക കൊറ്റ പീല് വായിലേക്ക് വെച്ചു. എന്ത് ഭംഗിയോ കാണാൻ. പിന്നെ ബാക്കിയുള്ള കാക്കകളെ കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് കാറ്റും മഴയും വന്ന് പീലെല്ലാം പറന്നു പോയി. പിന്നെ മറ്റു കാക്കകൾ കളിയാക്കി. നാണം കെട്ട കാക്ക പറന്നു പോയി. കൂട്ടുകാരെ, നിങ്ങൾ
പേരാണ് കുറുക്കനും മുന്തിരിക്കൊലയും. പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുറുക്കൻ അപ്പൊ ഒരു മുന്തിരിക്കൊല കണ്ടു. അപ്പൊ കുറുക്കന്റെ വായിൽ വെള്ളം ഊറി. അപ്പൊ കുറുക്കൻ വേഗം എടുത്തേക്ക് ഓടി. അപ്പൊ കുറുക്കൻ കുറച്ച് ചാടി നോക്കി, എന്നിട്ടും കുറുക്കന് കിട്ടിയില്ല മുന്തിരിക്കൊല. അപ്പം കുറുക്കൻ പറഞ്ഞു ആ മുന്തിരിക്കൊല ഭയങ്കര പുളിപ്പായിരിക്കും, എനിക്ക് വേണ്ട. എന്നെ കുറുക്കൻ പോയി. താങ്ക് യു. ഹാപ്പി റീഡിംഗ് ഡേ. ബൈ. നമസ്തേ, എൻ്റെ പേര് അമേലിയ. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബിയിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് എല്ലാം നല്ലതിന് തന്നെ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. രാജാവ് നായാട്ടിന് പോകാൻ ഇറങ്ങുകയായിരുന്നു. അപ്പം ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞു. മന്ത്രി പറഞ്ഞു നല്ലതിനു തന്നെ. രാജാവിന് ദേഷ്യം വന്നു. അപ്പൊ രാജാവ് ഭടന്മാരോട് പറഞ്ഞു ഈ മന്ത്രിനെ ജയിലിലാക്കാൻ. രാജാവും ഭടന്മാരും കൂടെ നായാട്ടിനായി പുറപ്പെട്ടു. അപ്പോൾ രാജാവിന്റെ മുൻപിലേക്ക് ഒരു സിംഹം ചാടി വീണു. ഭടന്മാരൊക്കെ മരത്തിന്റെ മുകളിൽ കയറി. രാജാവ് പേടിച്ച് ബോധം കെട്ടു വീണു. സിംഹം രാജാവിന്റെ അടുത്തേക്ക് വന്നു. ചോരമണം സിംഹത്തിന് ഇഷ്ടമല്ല. സിംഹം രാജാവിനെ കഴിക്കാതെ നടന്നു പോയി. അപ്പം രാജാവിന് മനസ്സിലായി എന്റെ കയ്യിൽ ചോര വന്നില്ലെങ്കിൽ സിംഹം എന്നെ കഴിക്കുമായിരുന്നു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി. ഭടന്മാരോട് പറഞ്ഞു മന്ത്രിനെ പുറത്തേക്ക് ആക്കാൻ. അപ്പൊ എന്റെ കയ്യിൽ ചോര വന്നില്ലെങ്കിൽ സിംഹം എന്നെ കഴിക്കുമായിരുന്നു മന്ത്രിയോട് രാജാവ് പറഞ്ഞു. അപ്പൊ മന്ത്രി പറഞ്ഞു നിങ്ങൾ എന്നെ ജയിലിലിട്ടില്ലെങ്കിൽ സിംഹം എന്നെയും കഴിക്കുമായിരുന്നു. എനിക്ക് മരത്തിൽ കയറാൻ പോലും അറിയില്ല. എല്ലാവരും ചിരിച്ചു. അങ്ങനെ രാജാവ് അവർക്കൊക്കെ സമ്മാനം കൊടുത്തു. താങ്ക് യു. കുറുപ്പിന്റെ വാർമഴവില്ലേ എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. വാർമഴയില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും കൺകുളിരുന്നു കാണുമ്പോൾ കരനോവുന്നു മായുമ്പോൾ ആരു നിനക്ക് നിറമേകി ആരു നിനക്ക് നിറം നൽകി എന്നെ കൂടെ വിളിക്കാമോ നിന്നുടെ അരികിലിരുത്താമോ താഴത്തേക്ക് വരുന്നില്ലേ തന്നെ ഇരുന്നാൽ മുഷിയില്ലേ ആരു നിനക്കൊരു കഥ പറയാൻ ആരുണ്ടവിടെ ഒരു ഉമ്മ തരാൻ വന്നു കളിപ്പാൻ കൊതി തോന്നും നിന്നുടെ അരികിൽ ഇവനെന്നും വാർമഴവില്ലേ
മായല്ലേ അഴകിയന്തല്ലേ പോകല്ലേ. Good morning, Miss. I am Yali Pradesh. First standard A. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്വർണ്ണമീനിന്റെ കഥയാണ്. പണ്ട് പണ്ട് ഒരു കുളത്തിൽ ഒരു സ്വർണ്ണമീൻ ഉണ്ടായിരുന്നു. അവൻ വലിയ അഹങ്കാരിയായിരുന്നു. മറ്റുള്ള മീനുകളെ അവൻ എപ്പോഴും കളിയാക്കിക്കൊണ്ടേയിരിക്കും. അയ്യേ, നിങ്ങളെ കാണാൻ ഒരു ഭംഗിയുമില്ല, എന്നാൽ എന്നെ നോക്കൂ, എന്തു ഭംഗിയാ. അങ്ങനെയിരിക്കെ ഒരു കാക്കച്ചേട്ടൻ അതുവഴി പറന്നു വന്നു. കുളത്തിന്റെ അരികിലുള്ള മരത്തിന്റെ മുകളിലിരുന്നു. കുളത്തിലേക്ക് നോക്കിയപ്പോൾ എന്തോ സ്വർണ്ണ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്നത് കാക്കച്ചേട്ടന്റെ കണ്ണിൽപ്പെട്ടു. കാക്കച്ചേട്ടൻ പതിയെ താഴോട്ടിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഹയ്യടാ, ഇതൊരു സ്വർണ്ണമീനാണല്ലോ. കാക്കച്ചേട്ടന് കൊതിയായി. കാക്കച്ചേട്ടൻ പറന്നു വന്ന് ഒറ്റ കൊത്തു. ഭാഗ്യത്തിന് അതിന്റെ കുഞ്ഞി ചിറകിനെ മാത്രമേ കൊത്തുകൊണ്ടുള്ളൂ. അതിന് നല്ലപോലെ വേദനിച്ചു. മറ്റുള്ള മീനുകളെല്ലാം അത് കണ്ട് ആർത്ത് ചിരിച്ചു. തനിക്ക് സ്വർണ്ണ നിറമുള്ളത് കൊണ്ടാണല്ലോ കാക്കച്ചേട്ടൻ കൊത്താൻ വന്നതെന്ന് സ്വർണ്ണമീന് മനസ്സിലായി. സ്വർണ്ണമീനിന്റെ അഹങ്കാരം പമ്പ കടന്ന് അതൊരു നല്ല കൊച്ചു മീനായി മറ്റു മീനുകളോടൊപ്പം കുളത്തിൽ കഴിഞ്ഞുകൂടി. കൂട്ടുകാരെ, ഈ കഥയിലെ ഗുണപാഠം അഹങ്കാരം ആപത്ത്. താങ്ക് യു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബുദ്ധിമാനായ മുയലിന്റെ കഥയായിരുന്നു. പണ്ട് പണ്ടൊരു കാട്ടിൽ കുറെ മൃഗങ്ങൾ താമസിച്ചിരുന്നു. അവയുടെ രാജാവ് ദുഷ്ടനായ സിംഹമായിരുന്നു. സിംഹം എല്ലാ മൃഗങ്ങളെയും കൊന്നു തിന്നു. സിംഹത്തെ എങ്ങനെങ്കിലും അപായം പറ്റോ മുയലും അവന്റെ കൂട്ടുകാരും വിചാരിച്ചു. മുയല് ഇല്ല, സിംഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ഒരു കെനൈ കാണും. കെനയിൽ അവന്റെ മുഖം നോക്കുമ്പോ അവനവിടെ ഏന്തി നോക്കുമ്പോ അവന്റെ മുഖം കാണും. അപ്പൊ അവനൊരു ബുദ്ധി തോന്നി. സിംഹത്തിന്റെ വീട്ടിൽ എത്തിയപ്പം സിംഹത്തിനോട് പറഞ്ഞ് ഒരു കെനൈ അവിടെ ഉണ്ടായിരുന്നു. ആ കെനയിൽ എന്റെ മുഖം നോക്കുമ്പോ അവിടെ ലയനെ കണ്ടേ പറയുമ്പോ ആ സിംഹം എന്ത് ചെയ്തായോ ആ കെനൈന്റെ അടുത്ത് പോയിട്ട് കെനയിലേക്ക് നോക്കി. അപ്പോ സിംഹത്തിന്റെ മുഖം അവിടെ കാണുമ്പോ സിംഹം വിചാരിച്ചതാ ഒരു ലയനെ. അപ്പൊ ആ സിംഹം പറയുമ്പോലെ ആ മുയൽ പറയും, രാജാവേ, നിങ്ങളെ പറയുന്ന പോലെ ഓലും പറയുന്ന ഞാനാണ് ഇല്ലേ രാജാവ് ഇവിടുത്തേന്. അപ്പൊ ആ ലയൻ എന്ത് ചെയ്ത് ആ കെനയിൽ ചാടിയപ്പോ ആ കെനയിൽ ആ സിംഹത്തിനെ കൊല്ലാൻ ആ സിംഹം ചാടി. അപ്പോ ആ സിംഹം അവിടെ മുങ്ങി ചത്ത്. ബൈ. നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേരാണ് ഹരിണി സൂരജ്.
ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ കുഞ്ഞ കവിതയാണ്. കവിതയുടെ പേരാണ് ആനയും മീച്ചിയും. ആ വരുന്നൊരു ആന, ഈ വരുന്നൊരു ഈച്ച. ആനയും മീച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്ത് വരുന്നു. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, രണ്ടിനും ഇല്ല പേടി. ആന താഴെ പോയി, ഈച്ച മേലെ പോയി. നന്ദി. പണ്ട് ഒരു കാക്ക ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കാക്കയ്ക്ക് വളരെ ദാഹം തോന്നി. ആ കാക്ക, പാവം കാക്ക, വെള്ളം തേടി അരഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു മൺപാത്രം കണ്ടത്. പാത്രത്തിൽ വെള്ളം കണ്ട് സന്തോഷായി. കാക്ക വെള്ളം കുടിക്കാൻ തലയിട്ടു. വെള്ളം കിട്ടിയില്ല. വെള്ളം പാത്രത്തിന്റെ താഴെയായിരുന്നു. കാക്കയ്ക്ക് സങ്കടം വന്നു. ചുറ്റും നോക്കിയ കാക്ക കുറച്ച് കല്ലുകൾ കണ്ടു. കാക്കയ്ക്ക് അപ്പോൾ ബുദ്ധി തോന്നി. കാക്ക കല്ലെടുത്ത് പാത്രത്തിലിട്ടു. കുറെ കല്ലിട്ടപ്പോ വെള്ളം മുകളിലേക്ക് വന്നു. കാക്ക വെള്ളം കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി. ഹലോ, ഞാൻ രോഹനാണ്. ഐ ആം ഫസ്റ്റ് എ. ഞാനൊരു പശുവിന്റെ പാട്ട് പാടാൻ പോവാണ്. കൊമ്പ് കുലുക്കും പശുവമ്മ, വാലാട്ടിയിടും പശുവമ്മ, പുല്ല് തിന്നും പശുവമ്മ, പാടുകയുന്നൊരു പശുവമ്മ. കൊമ്പുണ്ടല്ലോ രണ്ടെണ്ണം, ചെവിയുണ്ടല്ലോ രണ്ടെണ്ണം, കാലുണ്ടല്ലോ 4 അയ്യോ നിങ്ങളറിഞ്ഞില്ലേ, വാല് മാത്രം 1. അയ്യോ നിങ്ങളറിഞ്ഞില്ലേ, വാല് മാത്രം 1. ഞാൻ മാനസ. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വായനാ ദിനത്തിനോട് അനുബന്ധിച്ച് ഞാൻ ഒരു കുട്ടി കവിത ചൊല്ലട്ടെ. പൂവിലിരിക്കും പൂമ്പാറ്റ, പൂണ്ടേ ഉണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ, പൂവിലിരിക്കും പൂമ്പാറ്റ, പൂണ്ടേനുണ്ണും പൂമ്പാറ്റ, പൊടി പൂശും പൂമ്പാറ്റ, പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ, പാറി നടക്കും പൂമ്പാറ്റേ, പാടി നടക്കും പൂമ്പാറ്റേ, ഞാനുണ്ടാക്കിയ പൂന്തോട്ടത്തിൽ പൂന്തേൻ ഉണ്ണാൻ വരുമോ നീ. പാറി നടക്കും പൂമ്പാറ്റേ, പാടി നടക്കും പൂമ്പാറ്റേ, ഞാനുണ്ടാക്കിയ പൂന്തോട്ടത്തിൽ പൂന്തേൻ ഉണ്ണാൻ വരുമോ നീ. പാറി നടക്കും പൂമ്പാറ്റേ, പാടി നടക്കും പൂമ്പാറ്റേ,
വിരിഞ്ഞു നിൽക്കും റോസാ പൂവിലെ പൂണ്ടേനുണ്ണാൻ വരുമോ നീ? പാടി നടക്കും പൂമ്പാറ്റേ, പാടി നടക്കും പൂമ്പാറ്റേ, വിരിഞ്ഞു നിൽക്കും മുല്ലപ്പൂവിലെ പൂണ്ടേനുണ്ണാൻ വരുമോ നീ? താങ്ക് യു. മഴയുണ്ടെങ്കിൽ മരമുണ്ട്, മരമുണ്ടെങ്കിൽ കിളിയുണ്ടോ, കിളിയുണ്ടെങ്കിൽ കൂടുണ്ട്, കൂടുണ്ടെങ്കിൽ ഈ കുഞ്ഞുണ്ട്, കുഞ്ഞുണ്ടെങ്കിൽ പാട്ടുണ്ട്, പാട്ടുണ്ടെങ്കിൽ ഞാനുണ്ട്, ഞാനുണ്ടെങ്കിൽ നീയുണ്ട്, നീയുണ്ടെങ്കിൽ നാമുണ്ട്. ഐ ആം മിത്രരാജ്. ഞാൻ നിങ്ങളുടെ അരുന്ധതി അരുൺ. ഞാൻ ഇന്ന് പറയാൻ പോണ കഥ തൊപ്പിക്കാരന്റെ കുരങ്ങന്മാരുടെ. പണ്ടൊരു ദിവസം ഒരു ഗ്രാമത്തിൽ ഒരു തൊപ്പിക്കാരൻ ഉണ്ടായിരുന്നു. തൊപ്പികൾ എല്ലാവർക്കും കൊടുക്കായിരുന്നു. അപ്പോ ഒരു ദിവസം പോയപ്പോൾ അയാൾക്ക് ക്ഷീണം വന്നു. ഒരു മരച്ചോട്ടിലിരുന്നു. അപ്പോൾ ആ മരത്തിൽ ധാരാളം കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. ആ കുരങ്ങന്മാര് താഴോട്ടിറങ്ങി തൊപ്പികളൊക്കെ എടുത്തു. അപ്പോൾ തൊപ്പിക്കാരൻ ഓടുന്നു. അപ്പോ തൊപ്പികളൊക്കെ കാണാനില്ല. മരത്തോട്ട് നോക്കുമ്പോൾ കുരങ്ങന്മാര് തൊപ്പികൾ തലയിലിട്ടു. അപ്പോ കുരങ്ങന്മാരോട് ചോദിച്ചു, തൊപ്പികൾ ഇങ്ങോട്ട് ഇടാന്. അപ്പോ കുരങ്ങന്മാര് ഇട്ടില്ല. പിന്നെ ബുദ്ധിമാനായ തൊപ്പിക്കാരൻ ഒരു ഐഡിയ വെച്ചു. തൊപ്പിക്കാരന്റെ തൊപ്പി തലോട്ടിട്ടു. അപ്പോ കുരങ്ങന്മാരും തലോട്ടിട്ടു. അപ്പോ എന്റെ തൊപ്പിക്കാരന് നഷ്ടപ്പെട്ട തൊപ്പികളൊക്കെ എടുത്തു കിട്ടി. ശരീരം മാത്രമല്ല, ബുദ്ധിയും ജീവിക്കണം. നമസ്കാരം, ഞാൻ സാമിക അഭിജിത്ത്. ഞാനിവിടെ ഒരു കുട്ടി കവിത ചൊല്ലാൻ പോകുകയാണ്. പൂമ്പാറ്റയോട് ചോദിക്കാം. പാറി നടക്കും പൂമ്പാറ്റേ, പൂവിലിരിക്കും പൂമ്പാറ്റേ, പൂന്തേനുണ്ണും പൂമ്പാറ്റേ, പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ, എന്തൊരു ചന്തം നെഞ്ചിറക്, എങ്ങനെ കിട്ടി പൊഞ്ചിറക്, ചിറകുകളൊന്നു കടം തന്നാൽ ഞാനും കൂടെ കൂടാലോ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, my name is Harnan Srijit. I am studying first standard B Papins Vidyasram. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കഥ പുലി വരുന്നേ എന്നുള്ള കഥയാണ്. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയൻ കുറെ ആടുകൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ആടുകൾക്ക് ഒരു കുന്നിന്റെ മുകളിലേക്ക് പുല്ല് കൊടുക്കാൻ പോവുകയായിരുന്നു. അപ്പൊ ആട്ടിടയന് ഒരു സൂത്രം തോന്നി, ഈ നാട്ടിലുള്ള എല്ലാവരെയും ഒന്ന് പറ്റിച്ചാലോ. അപ്പോൾ ആട്ടിടയൻ വിളിച്ചു കളിക്കുന്നു, പുലി വരുന്നു. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. കുന്നിന്റെ മുന്നിൽ കൂട്ടായിട്ട് നിന്നു. എന്നിട്ട് ആട്ടിടയൻ പറ്റിച്ചേന്ന് നോക്കിക്കൊണ്ട് ചിരിച്ചു. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും
പുലി വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂട്ടുകൂടി. അപ്പൊ പറ്റിച്ചേന്ന് ആട്ടിടയൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം ശരിക്കും നമസ്തേ മിസ്, എൻ്റെ പേര് ഹൃദയ് മിഥുൻ. ഞാനിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ്. കഥയുടെ പേര് മുതലയും കുരങ്ങനും. അടുത്തൊരു സുന്ദരമായ നദി ഉണ്ടായിരുന്നു. അതിൻ്റെ കരയിൽ ഒരു ഞാവൽമരം നിന്നിരുന്നു. ഒരു കുരങ്ങൻ എന്നും അവിടെ വന്നാൽ ഞാവൽ മരത്തിൽ കളിച്ച് രസിക്കുമായിരുന്നു. ദാഹം അകറ്റാൻ നദിയിൽ നിന്നും വെള്ളം കുടിക്കുമായിരുന്നു. വിശക്കുമ്പോൾ ഞാവൽപ്പഴം പറിച്ചു തിന്നുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു മുതല വന്നു അവിടെ. മുതല വിശപ്പില്ലാതെ കുരങ്ങനോട് പറഞ്ഞു. അപ്പൊ കുരങ്ങൻ കുറച്ച് ഞാവൽപ്പഴം താഴേക്ക് ഇട്ടുകൊടുത്തു. അത് മുതല തിന്നിട്ട് പറഞ്ഞു, ഭയങ്കര ടേസ്റ്റ് ആണല്ലോ, ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പ പറഞ്ഞു, ഇതിൻ്റെ പേരാണ് ഞാവൽപ്പഴമെന്ന്. പിന്നെ അത് കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനും കൊടുത്തു. പിന്നെ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് മുതല തൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയം കുറച്ച് ഞാവൽ വീട്ടിലേക്ക് കൊടുത്തയക്കാൻ പറഞ്ഞു. എന്നിട്ട് ഭാര്യയ്ക്ക് കൊടുത്തു അത് വീട്ടിൽ കൊണ്ടുപോയിട്ട്. എന്നിട്ട് ഭാര്യയോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അതിനുശേഷം എല്ലാ ദിവസവും ഭാര്യ അത് തിന്നുമായിരുന്നു. ഈ കുരങ്ങൻ്റെ ഹൃദയം തിന്നാൻ ഒരു ദിവസം മോഹം. എന്തുകൊണ്ടറിയോ? എന്നും ഞാവൽപ്പഴം കഴിക്കും കുരങ്ങൻ്റെ ഹൃദയത്തിന് എന്ത് രുചിയായിരിക്കും. മുതലയുടെ ഭാര്യ മുതലനോട് പറഞ്ഞു. അപ്പോൾ മുതലയ്ക്ക് വേറെ വഴിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ട് തിരിച്ച് തടാകക്കരയിലേക്ക് മുതല നീന്തിപ്പോയി. എന്നിട്ട് എൻ്റെ ഭാര്യ നമുക്ക് ഒരു സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്, ഒന്ന് വേഗം വാ എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് കയറിയിരുന്നു. പോകുന്ന വഴിയിൽ സത്യം പറയേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ നിനക്ക് സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ഹൃദയം തിന്നണമെന്ന്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഹൃദയം മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് വന്നിരിക്കുകയാണ്. മുതല പറഞ്ഞു. നമ്മളെ കുരങ്ങൻ പറഞ്ഞു. കുരങ്ങൻ മുതല തിരിച്ചു നീന്തിപ്പോയി. കുരങ്ങൻ പിടിച്ചു കയറി, എടാ മണ്ട, ആർക്കെങ്കിലും 2 ഹൃദയം കാണും? നീ എന്നെ ചതിച്ചുകൊണ്ട് ഞാൻ നിന്നെയും ചതിച്ചിരിക്കുന്നു. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണെന്നറിയും. സുഹൃത്തുക്കളെ ഒരിക്കലും ചതിക്കാൻ പാടില്ല. താങ്ക് യു മിസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് സാക്കിറ. ഞാൻ ഇന്ന് ഒരു കഥ പറയാൻ പോവാണ്. എൻ്റെ കഥയുടെ പേരാണ് പൂച്ചയ്ക്കാട് മണിക്കെട്ടു. രാമുവിൻ്റെ വീട്ടിൽ കുറെ എലികൾ സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ധാന്യങ്ങളും ഭക്ഷണങ്ങളും കട്ടുതിന്ന് അവർ അങ്ങനെ തടിച്ചു കൊടുത്തു. എലികളുടെ ശല്യം സഹിക്കാൻ പറ്റാതായപ്പോൾ രാമു എവിടെ നിന്നോ ഒരു പൂച്ചനെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചു. എലികളുടെ അനക്കം കേട്ടാൽ ഉടനെ പൂച്ച അവരെ ഓടിച്ചിട്ട് പിടിക്കാൻ തുടങ്ങി. അതോടെ എലികളുടെ ജീവിതം കഷ്ടത്തിലായി. പൂച്ച എങ്ങനെ തുറക്കാം? അവർ എല്ലാവരും വട്ടത്തിലിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. അവളുടെ കൂടെയുള്ള കുഞ്ഞുനേരി എഴുന്നേറ്റ് നിന്നോട് സൂത്രം പറഞ്ഞു, നമുക്ക് പൂച്ചേന്റെ കൈക്ക് ഒരു മണി കെട്ടാം. പൂച്ച നടക്കുമ്പോ മണി കിലുങ്ങും. മണി വെച്ച കെട്ടി നമുക്ക് ഓടി കളിക്കാം. കുഞ്ഞുനേലി പറഞ്ഞ സൂത്രം എല്ലാവർക്കും ഇഷ്ടമായി. അവർ എല്ലാവരും കൈയടിച്ചു. അപ്പോൾ അവളുടെ കൂട്ടത്തിലുള്ള മുതിർന്ന വയസ്സായ ഒരു എലി ചോദിച്ചു, സൂത്രമൊക്കെ കൊള്ളാം, പക്ഷേ പൂച്ചയ്ക്ക് 6 മണി കെട്ടും.
എല്ലാവരും പരസ്പരം നോക്കി. ആരും മണിക്കെട്ടാൻ തയ്യാറായില്ല. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ള ഗുണപാഠം എന്തെന്നാൽ എല്ലാ ആശയങ്ങളും ചെയ്താൽ ശരിയാവണം എന്നില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാവൂ, പ്രവർത്തിക്കാവൂ. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ഇവാഞ്ചലിൻ. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ കുട്ടിക്കവിതയാണ് ഞാനിന്ന് പാടാൻ പോകുന്നത്. 56 അക്ഷരമല്ല, 51 അക്ഷരമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്, മണ്ണെന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. നന്ദി. പുസ്തകം എന്നോട് തെങ്ങാതി, എന്നോട് തെങ്ങാതി, വാഴായി ദഹിച്ചാൽ നേവൽ കാട്ടും ചങ്ങാതി, തെറ്റെഴുതുന്നും ശരിയെഴുതുന്നും ചൂണ്ടിക്കാട്ടും വാഴ എന്നോട് ചങ്ങാതി, ഉത്തമനായി വളർന്നിടും ഉത്തമനായ ഒരു ചങ്ങാതി, പുസ്തകം എന്നോട് ചങ്ങാതി, അതുവേ എന്നോട് ചങ്ങാതി. വാനിനു നീല നിറം, കീഴേ വയലിനു പച്ച നിറം, തോപ്പിലെ പൂവിന് ചുവപ്പു നിറം, മിന്നാമിനിങ്ങിന് സ്വർണ്ണ നിറം, മുല്ലപ്പൂവിനു വെള്ള നിറം, കാക്കയ്ക്കെന്തേ കറുപ്പു നിറം. നമസ്തേ, ഐ ആം മിഷാടി. സുഗതകുമാരിയുടെ കവിതയിലുള്ള വരിയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഒരു തൈ നടാം കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാ കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാ 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാ നല്ല നാളേക്ക് വേണ്ടി, ഒരു തൈ നടാം കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാ 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാ നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു, അഴകിനായി തടങ്ങളായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. താങ്ക് യു. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലെ കതിരു കാണാ കിളി ഇന്നെന്റെ മനസ്സിലെ മലർമുറ്റത്തെത്തി ഹിന്ദോളരാഗത്തിൽ പാടി പാടി. ഇന്നെനിക്കെന്തോ ലാസ്യം തളിർമഴൽ ചില്ലയിൽ രാഗോത്സവം